അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ സുന്നത്തേക്കാണ് ഷിത്താൻ. എല്ലാവരും ദ്വാരക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അള്ളാഹു ആ മുട്ടമണിക്ക് ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. നിങ്ങളുള്ള മുട്ടമണിയാക്കി കൊടുക്കട്ടെ. അതിൽ നിന്ന് കുറെ വെറൈറ്റി സന്താനങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. എല്ലാവരും എന്താ മൈതാരം ഞാൻ പറയാനുള്ളത് ഇതൊക്കെ തന്നെ. ഇൻഷാ അല്ലാഹ് ഹെയറാവട്ടെ കുട്ടി. മുട്ടമണി അതേമാതിരി തന്നെ ഹെയറാക്കി കൊടുക്കട്ടെ. നല്ല ഭാര്യ കിട്ടട്ടെ. ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഒരാൾ ഖിത്താൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു. ഏതെങ്കിലും നാടൻ കാക്കിയാക്കാരം. ഏതായാലും ഖിത്താൻ്റെ നിയമങ്ങൾ എന്താ വെച്ചാൽ പുരുഷനും സ്ത്രീക്കും ഖിത്താന് ചെയ്യൽ നിർബന്ധമാണ്. പുരുഷൻ്റെ വിഷയത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ സ്ത്രീയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പ്രവാചകരുടെ ഒരു ഹദീസുണ്ട്, മസ്സൽ ഖിത്താനു അൽ ഖിത്താന വജബൽ ഹുസ്ലു. അതായത് ആണിൻ്റെ ഖിത്താന് സ്ത്രീയുടെ ഖിത്താനുമായി സ്പർശിച്ചാൽ കുളി നിർബന്ധമാണ്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായി സ്ത്രീക്കും പുരുഷനും ഖിത്താൻ എന്താണ്, നിർബന്ധമാണ്. പിന്നെ സ്ത്രീയുടെ ഖിത്താന് ചെയ്യേണ്ടത് എവിടെ വെച്ചാൽ സ്ത്രീയുടെ ഫർജിന് മുകളിലായിട്ട്, അതായത് മൂത്രം പോകുന്ന ദ്വാരത്തിൻ്റെ മുകളിൽ നിന്ന് അല്പം ലഹ്മത്ത് ഇറച്ചി എന്താവുക നീക്കം ചെയ്യപ്പെടുക. ഇതാണ് സ്ത്രീയുടെ ഖിത്താന്. പുരുഷൻ്റെ ഖിത്താൻ എന്നുള്ളത് ഹഷ്ഫമ്മ കവർ ചെയ്തിട്ടുള്ള ലഹ്മിനെന്താവുക, ആ തോലിനെന്താവുക നീക്കം ചെയ്യപ്പെടുക. ഇതാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഖിത്താന് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങൾ. പിന്നെ ഇത് ചെയ്യേണ്ട സമയം എപ്പോഴോ വെച്ചാൽ കയ്യാണെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഇനി 7 പറ്റിയില്ലെങ്കിൽ 14ൻ്റെ മുമ്പ് ചെയ്യുക, 14ാമത്തെ ദിവസം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിസ്കാരം കൊണ്ട് ഒരു വ്യക്തിയോട് കൽപ്പന വരുന്നത് 7ാം വയസ്സ് മുതലാണ്. 7ാം വയസ്സ് മുതലാണ് നിസ്കാരം കൊണ്ട് കുട്ടിയോട് കൽപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 7 വയസ്സിന് മുമ്പിലായിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡൗട്ടുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്.